ഭീമാപ്പള്ളിയിലുള്ള ഒരു നഴ്സറി സ്കൂൾ 2.5 മാസത്തിലധികമായി പൂട്ടിക്കിടക്കുകയാണ്. ഇതിപ്പോൾ 2.5 മാസത്തോളമായി ഇപ്പം മോള് പഠിക്കാതിരുന്നു. സ്കിൻ ഡിസീസ് പോലത്തെ അസുഖങ്ങൾ, പനിയൊക്കെ ഉണ്ടായിരുന്നു. ഭീമാപ്പള്ളി പ്രദേശവും ഇന്ത്യയിൽപ്പെട്ടൊരു പ്രദേശമാണ്, കേരള സംസ്ഥാനത്തിൽപ്പെട്ടൊരു പ്രദേശമാണ്. ഇവിടുത്തെ ജനങ്ങൾ മനുഷ്യരാണ്. ചാക്കിനകത്ത് വേസ്റ്റുകൾ കെട്ടി അവർ എണ്ണ എടുത്ത് തിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നത് പോലെയാണ് ഇപ്പോഴും അതിനകത്ത് വെച്ചിരിക്കുന്നത്. ഇതിലൊരു വിഷയം വരുമ്പോൾ കണ്ണിൽ പൊടിയുന്നത് പോലെ വലിയ ചെറുതായിട്ട് എന്തെങ്കിലും ഇങ്ങനെ കാണിക്കുക പോകുന്നതല്ലാതെ ഒന്നിനും പരിഹാരമാകില്ല. ഭീമാപ്പള്ളി പ്രദേശത്തിന് മേയർ പറഞ്ഞ് 10 ദിവസത്തിനകം ഇവിടെ നിന്ന് ചവറുകൾ മാറ്റണമെന്നാണ് പറഞ്ഞത്. പക്ഷെ എന്ത് ചെയ്യാൻ ഉറപ്പ് നൽകിയിരുന്നു ഇതെല്ലാം എടുത്ത് മാറ്റി ക്ലീൻ ചെയ്യാമെന്ന്. ഇപ്പോൾ ചാക്കിൽ കെട്ടി മാലിന്യം കൂമ്പാരം വെച്ചിട്ടുണ്ട്. 1-2 തവണ ഞാൻ കണ്ടു വണ്ടിയിൽ വന്ന്. നമസ്കാരം. നമ്മുടെ തലസ്ഥാനത്ത് സംസ്ഥാന സ്കൂൾ കലോത്സവം കൊട്ടിക്കയറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തിരുവനന്തപുരം നഗരസഭയ്ക്ക് കീഴിലുള്ള, അതായത് ഭീമാപ്പള്ളിയിലുള്ള ഒരു നഴ്സറി സ്കൂൾ 2.5 മാസത്തിലധികമായി പൂട്ടിക്കിടക്കുകയാണ്. ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട സാഹചര്യമാണ് നിലവിലുള്ളത്. സംസ്ഥാന സ്കൂൾ കലോത്സവം തലസ്ഥാനത്ത് കൊട്ടിക്കയറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വശത്ത് തിരുവനന്തപുരത്ത് തന്നെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട സാഹചര്യമുണ്ടായിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഭീമാപ്പള്ളിയിലെ കുട്ടികൾക്ക് നിഷേധിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെയും ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെയും ഉത്തരവുകൾ കാറ്റിൽ പറത്തിയാണ് ഭീമാപ്പള്ളി നഴ്സറി സ്കൂളിലെ 30 കുട്ടികളെ 2.5 മാസമായി സ്കൂളിലെ നവീകരണ പ്രവർത്തനങ്ങളുടെ പേരിൽ കോർപ്പറേഷൻ വീട്ടിൽ ഇരുത്തിയിരിക്കുന്നത്. സ്കൂൾ മുന്നറിയിപ്പില്ലാതെ കോർപ്പറേഷൻ അടച്ചുപൂട്ടിയതോടെ വരുന്ന അധ്യയന വർഷം മുതൽ 10,000 മുടക്കി മക്കളെ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് അയച്ച് പഠിപ്പിക്കേണ്ട ഗതികേടിലാണ് ഇപ്പോൾ ഈ കടലോര മേഖലയിലെ നിർധന രക്ഷിതാക്കൾ. കോർപ്പറേഷൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഭീമാപ്പള്ളി നഴ്സറി സ്കൂളിൻ്റെ ശോചനീയാവസ്ഥ സംബന്ധിച്ച് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ മറുനാടൻ വാർത്തയും പുറത്തുവിട്ടിരുന്നു. ഒറ്റമുറി സ്കൂളിലെ ബാലാവകാശ നിഷേധങ്ങൾ പൊതുസമൂഹം അറിഞ്ഞത് അങ്ങനെയായിരുന്നു. വാർത്തയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയും സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനും ജില്ലാ ശിശു സംരക്ഷണ ഓഫീസറും ജില്ലാ മെഡിക്കൽ ഓഫീസറും നടത്തിയ പരിശോധനയിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളായിരുന്നു പുറത്തു വന്നത്. 6 വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ പഠന സാമഗ്രികളായി യാതൊന്നും കോർപ്പറേഷൻ നൽകിയിരുന്നില്ല. പലതും ഇവിടുത്തെ അധ്യാപിക സ്വന്തം ചെലവിൽ വാങ്ങിയതായിരുന്നു. ഉച്ചഭക്ഷണത്തിന് ശേഷം കുട്ടികൾക്ക് ഉറങ്ങാൻ ആവശ്യമായ പായ പോലും ഇവിടെ ഉണ്ടായിരുന്നില്ല. പ്രീ പ്രൈമറി പഠന രീതി പൂർണ്ണമായും കുട്ടികൾക്ക് ഊന്നൽ കൊടുക്കുന്നതിനായിരിക്കെ ഈ സ്കൂളിലെ കുരുന്നുകൾക്ക് 5 വർഷമായി കളിപ്പാട്ടമോ കളിസ്ഥലമോ ഇല്ല. നഴ്സറി സ്കൂൾ കാലഘട്ടം സ്വഭാവവൽക്കരണത്തിൻ്റെയും നല്ല ശീലങ്ങളുടെയും അടിസ്ഥാനമെന്നിരിക്കെ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ സ്ഥലമോ കൈ കഴുകാൻ പൈപ്പുകളോ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ ശൗചാലയമോ കുടിക്കാൻ ശുദ്ധജലം പോലും ഉണ്ടായിരുന്നില്ല. എന്തായാലും കെട്ടിട നവീകരണത്തിൻ്റെ ഭാഗമായി കുട്ടികളുടെ പഠനം മുടങ്ങാതിരിക്കാൻ മത്സ്യഭവൻ്റെ 1-ാം നില ആദ്യം നവീകരിക്കണമെന്നും പണി പൂർത്തിയാക്കി ഇവിടേക്ക് കുട്ടികളെ മാറ്റിയ ശേഷമേ താഴത്തെ നിലയിലുള്ള ക്ലാസ് മുറി നവീകരിക്കാനാകൂ എന്നായിരുന്നു ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സീനിയർ സിവിൽ ജഡ്ജുമായ എസ് ഷംനാദിൻ്റെ ഉത്തരവ്. ക്ലാസ് മുറി നവീകരണം പൂർത്തിയാകുന്നതുവരെ 1-ാം നില താൽക്കാലിക ക്ലാസ് മുറിയായി ഉപയോഗിക്കണം എന്നും ഉത്തരവിൽ ഉണ്ടായിരുന്നു. എന്നാൽ കോർപ്പറേഷൻ അധികാരികളുടെ പിടിപ്പുകേടിനെതിരെ അതോറിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയ സ്കൂൾ അധ്യാപിക ജിഷയെ കോർപ്പറേഷൻ സസ്പെൻഡ് ചെയ്യുകയാണ് ഉണ്ടായത്. പിന്നാലെ സ്കൂളിലെ 2 ആയമാരെ വിവിധ ഇടങ്ങളിലേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തു. ഒക്ടോബർ 13 സ്കൂൾ അടച്ചുപൂട്ടുകയും ചെയ്തു. കുട്ടികൾക്ക് പഠനം തുടരാൻ താൽക്കാലിക സംവിധാനം ഒരുക്കാതെയായിരുന്നു ഈ ബാലാവകാശ നിഷേധം നടന്നത്. എന്തായാലും ഭീമാപ്പള്ളിയിലെ രക്ഷിതാക്കളും ഈ നഴ്സറി സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും നാട്ടുകാരും ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മറുനാടനോട് പ്രതികരിക്കുകയാണ്. നിങ്ങളുടെ മകള് ഇവിടെ പഠിക്കുന്നുണ്ട് അല്ലേ? ഇപ്പം അടച്ചു പൂട്ടി. ഇതിപ്പോൾ 2.5 മാസത്തോളമായി ഇപ്പം മോള് പഠിക്കാതിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ കൗൺസിലറിനെയൊക്കെ വിളിച്ചിരുന്നു. ഇവിടെ ടീച്ചറിനെ വിളിച്ചപ്പോൾ ടീച്ചർ ഇവിടെ നിന്ന് മാറിപ്പോയെന്ന് പറഞ്ഞു, മാറ്റി വിട്ടെന്നാണ് പറഞ്ഞത്. പകരത്തിന് വേറെ ടീച്ചർ വരുമെന്ന് പറഞ്ഞു.
പക്ഷേ ഇതുവരെ വേറെ ടീച്ചറെ കണ്ടില്ല. വീട്ടിൽ ഏകദേശം 2-2.5 മാസത്തോളം മോൾ പഠിക്കായിരുന്നു. ഒരു 3 ദിവസം മുമ്പെയാണ്. ഇതിന് ശേഷം കുറേ അംഗൻവാടി തിരഞ്ഞു പോയി. നമ്മുടെ സുനാമി കോളനി ഒരു അംഗൻവാടി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവിടെ എടുക്കാൻ പറ്റില്ല, അവിടെ ഓൾറെഡി ഫുള്ളാണെന്ന് പറഞ്ഞു. പിന്നീടാണ് ഞാനിപ്പോൾ ഇവിടെ 3-4 ദിവസം അവൾ നമ്മുടെ തക്കിയാപ്പള്ളിയുടെ അടുത്ത് ഒരു അംഗൻവാടിയിലോട്ട് ഇപ്പോൾ ചേർത്തിരിക്കുകയാണ്. ഓക്കെ. ഇവിടെ പഠിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ട്? ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. പിന്നെ പഠിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മറ്റേ സ്കിൻ ഡിസീസ് പോലത്തെ അസുഖങ്ങൾ, പനിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു തൊട്ടടുത്ത് ചവറുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ പേരിൽ കോമൺ ആയിട്ട് അസുഖങ്ങൾ ഉണ്ടാകുമെന്ന് അവർ പറഞ്ഞു. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഇവിടെ ചവറുകൾ ഒരുപാട് ഉണ്ടായിരുന്നു. ഇതിനെതിരെ നടപടി ആരെങ്കിലും സ്വീകരിച്ചിരുന്നോ നഗരസഭേൻ്റെ ഭാഗത്തുനിന്നോ? കൗൺസിലർ സഭയിൽ ഈ ഒരു വിഷയമായിട്ട് ഇവിടെ നിന്ന് മാക് ചാരിറ്റി ഫൗണ്ടേഷൻ ഇതിനെക്കുറിച്ച് വലിയ വിഷയങ്ങൾ ഉണ്ടാക്കിയപ്പോൾ മേയർ പറഞ്ഞ് 10 ദിവസത്തിനകം ഇവിടെ നിന്ന് ചവറുകൾ മാറ്റണമെന്നാണ് പറഞ്ഞത്. പക്ഷെ എന്ത് ചെയ്യാൻ, ഇവിടെയുള്ള എല്ലാ ചവറുകൾ കൊണ്ട് ഇവിടെ കൊണ്ട് തട്ടുകയാണ് ജോലി. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ എല്ലാം പുറത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുവരെയായിട്ട് അതിൻ്റെ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ ഇവിടേക്ക് ചവറുകൾ ക്ലീൻ ചെയ്തു, പക്ഷേ കെട്ടി ഇവിടെ തന്നെ ഒരു ചാക്കിലിട്ടിരിക്കുകയാണ്. ഈ കുട്ടികളെ ഇപ്പോൾ ദൂരെ പഠിപ്പിക്കാൻ വിടേണ്ട ഒരു അവസ്ഥയാണോ ഉള്ളത്? ഇപ്പോൾ ദൂരെ പഠിപ്പിക്കാനുള്ള അവസ്ഥയാണ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ അടുത്തിരുന്നിട്ട് ഒരു സൗകര്യം പോലും ഇല്ല. പിന്നെ ഇവിടെ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഇവിടെ അല്ല. ഇപ്പോൾ കോർപ്പറേഷൻ നമുക്ക് വേണ്ടി കുറച്ച് ഫ്രീ ആയിട്ട് ചെയ്തിരുന്ന ഒരു സൗജന്യമായിട്ട് ചെയ്തിരുന്ന വിഷയം യൂട്ടിലൈസ് ചെയ്യാൻ പോലും നമുക്ക് പറ്റുന്നില്ല. ഇവിടെ പല വിഷയങ്ങൾ വരുന്നുണ്ട്. ഈ രാഷ്ട്രീയ രീതിയിലാവട്ടെ പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. നമുക്ക് എൻ്റെ മോളെ ഇങ്ങോട്ട് വിടാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഇവിടെ ഞാൻ കൗൺസിലറെ വിളിച്ചപ്പോൾ കൗൺസിലർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് മാറി വേറെ സ്ഥലത്തോട്ട് മാറ്റിയെന്നാണ് പറഞ്ഞത്. പക്ഷേ സ്ഥലത്തേക്ക് മാറ്റി എന്നിട്ട് അവിടെ നോക്കിയപ്പോൾ അവിടെ സ്ഥലത്ത് മാറ്റിയിട്ടില്ല. അവിടെ പോയി നോക്കുമ്പോൾ ഇപ്പോഴും കാലിയാണ്. എൻ്റെ മോളില്ല, അവിടെ ടീച്ചറില്ല, ഒന്നുമില്ല, ഒരു കിച്ചൺ പോലും ചെയ്തിട്ടില്ല. ഇതിനേക്കാൾ സൗകര്യം കുറവാണ്. 8 സ്ക്വയർ ഫീറ്റിനെ ഉള്ളൂ. ഒരു റൂമിൻ്റെ അളവിൽ ഈ 36 കുട്ടികളൊക്കെ എങ്ങനെ ഇവിടെ അവിടെയാണെങ്കിൽ എൻ്റെ മോളെ കൊണ്ട് വിടാൻ എനിക്ക് താല്പര്യമില്ല. അതുമല്ല അതും മുകളിൽ ഡേഞ്ചറസ് ആണ്, മക്കളാണ്. അങ്ങ് അടുത്ത് ചാടി കഴിഞ്ഞ് സമാധാനം ആര് പറയും? അവിടെ പറയാൻ പറ്റില്ല. ഞാൻ സ്ഥലം പോയി നോക്കിയപ്പോൾ എനിക്കവിടെ വിടാൻ താല്പര്യമില്ല. ഇന്ന് നിലവിൽ അവിടെ പ്രവർത്തിക്കുന്നവരുമില്ല. അത് അടച്ചു തന്നെ ഇട്ടിരിക്കുന്നത്. അത് സുനാമി കോളനി നമ്മുടെ അർബൻ പ്രൈമറി ഹോസ്പിറ്റലിന് അടുത്താണ്. ഇവിടെ നിന്ന് ഒരു ഏകദേശം 1/2 കിലോമീറ്റർ വരും. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് സാധാരണ നമ്മൾ ഉദ്ദേശിച്ചത് ഇതിനകത്തൊരു നേഴ്സറി പ്രവർത്തിച്ചിരുന്നു. ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയുമ്പോൾ അതൊരു അംഗൻവാടി ആയിരിക്കും എന്നാണ് ഉദ്ദേശിച്ചത്. എന്നാൽ അംഗൻവാടിയുടെ സൗകര്യം പോലും ഇതിനകത്തില്ല. അന്വേഷിച്ച് വന്നപ്പോൾ അത് നേഴ്സറി സ്കൂളെന്നാണ് അറിയുന്നത്. എന്നാൽ ഒരു ബോർഡില്ല. സന്നദ്ധ സംഘടനകളായ മാക് ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ഇതിന് വ്യക്തമായി ഇടപെട്ടു. 2-3 പ്രാവശ്യം ഇതിനകത്ത് ജഡ്ജി വന്നിരുന്നു. ഷംനാഥ് എന്നാണെന്ന് എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ഇതാണെങ്കിൽ അദ്ദേഹമാണ്. 2 പ്രാവശ്യം വന്നു, ഇവിടെ സംസാരിച്ചു. നഗരസഭയുടെ ചില ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇവിടെ വന്നിരുന്നു. അന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അവരെല്ലാ ഉറപ്പും കൊടുത്തു, എല്ലാ സൗകര്യങ്ങളും പെടുത്താം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ഉറപ്പും കൊടുത്തപ്പോൾ സെപ്റ്റംബറിലാണ്. ഇപ്പോൾ അടുത്ത വർഷമായി. ഇപ്പോൾ ജനുവരി ഇന്ന് 2-ാം തീയതിയാണ്. അപ്പോൾ ഇതുവരെയും അതിനുള്ള സൗകര്യപ്പെടുത്തിയിട്ടില്ല. അവർ പറയുന്നത് പെടുത്തുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നേഴ്സറിയും പ്രവർത്തിക്കുന്നില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 1.5-2 മാസത്തോളം ആവും. അതിപ്പോൾ അവർ പറഞ്ഞത് മുകളിൽ പണി നടക്കുകയാണെങ്കിൽ താഴെ ഇരുന്നോട്ടെ, താഴെ പണി നടക്കുകയാണെങ്കിൽ കുട്ടികളെ മുകളിൽ സൗകര്യപ്പെടുത്തിയിട്ട് അവിടെ ഇരുത്താമെന്ന് പറഞ്ഞു. പക്ഷേ അതിനുശേഷം ഒരു പ്രവർത്തനം ഇവിടെ കാണുന്നില്ല. ഒരു ബോർഡ് പോലും ഇതുവരെ വെച്ചിട്ടില്ല. ഇതിൻ്റെയൊക്കെ മാത്രം ഉപകാരപ്രദമായിരുന്നു ഈ ഒരു നഴ്സറി. ഈ പരിസരത്തുള്ള കുട്ടികൾക്ക് പഠിക്കാൻ ഒരു നേഴ്സറി സ്കൂളെന്ന് പറയുമ്പോൾ കുറച്ചുകൂടിയും വിദ്യാഭ്യാസപരമായിട്ട് കുറച്ച് മുന്നോക്കം ഉണ്ടാകും. ഈ പ്രദേശം എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളികൾ മാത്രം തിങ്ങി നിറഞ്ഞ ഒരു പ്രദേശമാണ്. 22,000-ഓളം ജനങ്ങളുള്ള ഭീമാപള്ളി എന്ന ഈ പ്രദേശത്ത് ബഹുഭൂരിപക്ഷവും വരുന്നത് മത്സ്യത്തൊഴിലാളികളാണ്. അപ്പോൾ ഇത്തരം അവഗണന എന്തുകൊണ്ടാണ് ഈ പ്രദേശത്തുകാരോട് സർക്കാർ കാണിക്കുന്നതെന്നുള്ള അറിയില്ല. രണ്ടാമതാണെങ്കിൽ തൊട്ടടുത്ത് തന്നെ ഈ മാലിന്യ കൂമ്പാരം ഇവിടെ മാത്രമല്ല ഈ ചുറ്റുമുണ്ട്. ഈ പറയുന്ന ഇതിനകത്ത് റേഡിയോ നിലയമാണ്. അതിനകത്ത് മൊത്തം ചുറ്റും നോക്കിയാൽ നിങ്ങൾക്ക് ഒന്ന് കണ്ണോട്ടിച്ചാൽ കാണാവുന്നേ ഉള്ളൂ. അതുപോലെ ഇവിടെ നിന്ന് എടുത്ത് മാറ്റാമെന്ന് അന്ന് ഉറപ്പ് തന്നിരുന്നു. ഇപ്പോൾ ചാക്കിൽ കെട്ടി വെച്ചിരിക്കുന്നു. 1-2 ദിവസം ഉറപ്പ് നൽകിയിരുന്നു ഇതെല്ലാം എടുത്ത് മാറ്റി ക്ലീൻ ചെയ്യാമെന്ന്. ഇപ്പോൾ ചാക്കിൽ കെട്ടി മാലിന്യം കൂമ്പാരം വെച്ചിട്ടുണ്ട്. 1-2 തവണ ഞാൻ കണ്ടു വണ്ടിയിൽ വന്ന് ഇങ്ങനെ ചാക്ക് കയറ്റിക്കൊണ്ട് പോകുന്നത്. ബാക്കി പിന്നെ അവിടെ ഇരിക്കുന്നു. വീണ്ടും നഗരസഭയുടെ അനാസ്ഥയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ സർക്കാർ തലത്തിൽ ഇടപെടലുകൾ നടത്തുന്നില്ല. നടത്തിയാലല്ലേ നമുക്കൊരു പുരോഗമനം ഉണ്ടാവുള്ളൂ. അപ്പോൾ വേണ്ട സൗകര്യങ്ങൾ പോലും നേഴ്സറിയിൽ, അതായത് അംഗൻവാടിയിലുള്ള സൗകര്യം പോലും നേഴ്സറിയിലില്ല. നേഴ്സറി സ്കൂളിനകത്തില്ല. ഒന്നുമില്ല, ബാത്റൂം പോലും ഇല്ല. ഇതെല്ലാം സൗകര്യപ്പെടുത്താമെന്ന് അന്ന് വന്ന ജഡ്ജി
ഉറപ്പ് കൊടുത്തിട്ടാണ് ഇവിടെ നിന്ന് പോയത്. പക്ഷെ നാളെ ഇതുവരെ അതിനകത്തുള്ള സൗകര്യപ്പെടുത്തിയില്ലെന്നുള്ളത് നാട്ടുകാരായ ഞങ്ങൾക്കറിയില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതിനെ സൗകര്യപ്പെടുത്തി ആ നഴ്സറി സ്കൂള് വീണ്ടും ഇവിടെ തിരിച്ചു കൊണ്ടുവന്ന് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഇവർക്ക് സെപ്പറേറ്റ് ആക്കി കൊടുക്കാമെന്ന് അന്ന് തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനൊക്കെ അന്ന് ആ സിറ്റിങ്ങിൽ പങ്കെടുത്ത വ്യക്തിയും കൂടിയാണ്. അന്ന് ജഡ്ജി ഉറപ്പ് വന്നിട്ടാണ് ഇവിടെ നിന്ന് പോയത്. അപ്പോൾ എന്തായെന്നുള്ള കാര്യം ഇതുവരെ നാട്ടുകാർക്കറിയില്ല. 1-2 മാസത്തോളമായി ഇപ്പോൾ പ്രവർത്തനമില്ല, നഴ്സറി പ്രവർത്തനമില്ല. ഇവിടുത്തെ ആയാമാരെയൊക്കെ ഇവിടെ നിന്ന് മാറ്റിയെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന ടീച്ചറിനെ മാറ്റിയെന്നാണ് നമ്മൾ കേൾക്കുന്നത്. ഇന്നത്തെ മാധ്യമപത്രത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അവരുടെ റിപ്പോർട്ട് പ്രകാരമാണ് കാര്യങ്ങളൊക്കെ ചെയ്തത്. പക്ഷേ ഇവിടെയുള്ള സന്നദ്ധ സംഘടനയായ SSFൻ്റെയും ആളുകൾ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ മാക് എന്ന ചാരിറ്റിയും ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്തത്. പക്ഷേ മാധ്യമ റിപ്പോർട്ടിരിക്കുന്നത് എഴുതിയിട്ടുള്ളത് അവരാണ് ഇതെല്ലാം ചെയ്തു എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ നാട്ടുകാർക്ക് എന്തായാലും ആര് നെല്ല് കുത്തിയാലും അരി എടുക്കുന്ന പറഞ്ഞതുപോലെ നമുക്ക് അവിടെ നഴ്സറി സ്കൂൾ ഒരു പ്രവർത്തനമായിട്ടും കഴിഞ്ഞ ഉറപ്പ് തന്നെയെല്ലാം നമുക്ക് അത് ഉറപ്പായിട്ട് തന്നെ തന്ന് അത് പൂർത്തീകരിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇവിടെ ആരാണ് സത്യത്തിൽ ഈ മാലിന്യം കൊണ്ട് തള്ളുന്നത്? ഈ മാലിന്യങ്ങൾ മൂലം നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും? ഈ ചില കുട്ടികൾക്കൊക്കെ ആരോഗ്യ പ്രശ്നം, UP സ്കൂളിൻ്റെ അവിടെ ഒരു കൂമ്പാരമായിട്ട് വേസ്റ്റായിട്ട് അവിടെ വേറെ എന്തോ കുട്ടികൾക്കൊക്കെ ചില ഓട്ടിസം ബാധിച്ച വിഷയങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാൻ കഴിയുന്നു. അപ്പോൾ ഇത് പല മേഖലയിൽ നിന്ന് ഇവിടെ ഈ പാതിരാത്രിയുടെ നിശബ്ദതയിലാണ് വന്ന് അറവ് മാലിന്യം അടക്കമുള്ളത് കൊണ്ട് തള്ളിക്കൊണ്ട് പോകുന്നു. അപ്പോൾ നാട്ടുകാർക്ക് ഇത് നോക്കിയിരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതിനും ഒരു പരിഹാരം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാവേണ്ടത്. ഈ ഭീമാപ്പള്ളിയിലെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഈ നഗരസഭ കൃത്യമായി ഇടപെടുന്നില്ലേ? സത്യത്തിൽ നഗരസഭയുടെ ഭാഗത്തു നിന്ന് നല്ലൊരു ഇടപെടൽ നടക്കുന്നില്ല. അതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോഴും ഈ റേഡിയോ നിലയത്തിനകത്ത് ചാക്കിനകത്ത് വേസ്റ്റുകൾ കെട്ടി അവർ എണ്ണ എടുത്ത് തിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നത് പോലെയാണ് ഇപ്പോഴും അതിനകത്ത് വെച്ചിരിക്കുന്നത്. ഇതൊരു ശാശ്വത പരിഹാരം കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. പലതവണയായിട്ട് പല രീതിയിലും ഭീമാപ്പള്ളിയിലെ പല സംഘടനക്കാരും ചാരിറ്റിക്കാരെല്ലാം വളരെ ശക്തമായ രീതിയിൽ MLAക്ക് ഉൾപ്പെടെയുള്ള കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്കുൾപ്പെടെയുള്ള അവർക്കെല്ലാം കത്ത് നൽകിയിട്ടുണ്ടായിരുന്നു, നിവേദനങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് പരിഹാരം ഉണ്ടാകുന്നില്ല. ഈ പ്രദേശത്ത് ത്വക്ക് രോഗങ്ങൾ ശക്തമായി പടരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചമർ ഇങ്ങനെ കെട്ടിക്കടന്നുകൊണ്ട് ജീർണിച്ച മൃഗങ്ങളുടെ തോല് പോലത്തെ സാധനങ്ങൾ കൊണ്ടിട്ട് അതിൽ നിന്നൊക്കെ ഊറ്റിറങ്ങി കെട്ടിക്കടന്നുകൊണ്ട് മല പോലെ കൂമ്പാരമായി കടന്നു അതിൽ നിന്നൊക്കെ ഊറ്റിറങ്ങി വെള്ളത്തിലൂടെയൊക്കെ രോഗങ്ങൾ പടർന്നുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണ്. തൊട്ടടുത്ത് തന്നെ നമുക്കൊരു പ്രൈമറി സ്കൂളുണ്ട് ഗവൺമെൻറ്റിൻ്റെ, അതിന് തൊട്ടടുത്ത് തന്നെ ഇഷ്ടംപോലെ വേസ്റ്റുകളുണ്ട്. പലരോടും പല രീതിയിൽ നമ്മൾ പരാതികൾ കൊടുത്തിട്ട് ശാശ്വത പരിഹാരം ഉണ്ടാകുന്നില്ല. പരാതി കൊടുക്കുമ്പോൾ ജസ്റ്റ് വരുന്നു, ചെറിയ ഒരു ആളെ കാണിക്കാനൊരു ഇങ്ങനെയൊക്കെ കാണിക്കുന്നു, പോകുന്നതല്ലാതെ ശാശ്വതമായൊരു പരിഹാരം കാണുന്നില്ല. ബഹുമാനപ്പെട്ട ഭീമാപ്പള്ളി മുസ്ലിം ജമാഅത്തിൻ്റെ കീഴിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു യോഗമുണ്ടായിരുന്നു. അതിലും വളരെ ശക്തമായ രീതിയിൽ പല ചാരിറ്റിക്കാരെയും സംഘടനക്കാരെയൊക്കെ വിളിച്ചുകൊണ്ട് യോഗം നടത്തി. അതിലും ഈ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി പല ചർച്ചകളും നടന്നു, പല അഭിപ്രായങ്ങളും വന്നു. അതെല്ലാം അവർ ക്രോഡീകരിച്ച് കൊണ്ടുപോയെങ്കിലും അതൊന്നും നടപ്പിലാക്കാൻ കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ ആരെയും കുറ്റപ്പെടുത്താനല്ല. ഭീമാപ്പള്ളി എന്ന പ്രദേശത്തൊരു പരിഹാരമുണ്ടാകണം. വെള്ളപ്പള്ളിശാല പോലെ ഒരു വലിയൊരു സമരമുറത്ത് ഞങ്ങൾ പോകണമെന്നാണോ അധികാരികൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെ ഞങ്ങൾ പോവാം. ഇതിനെല്ലാം പരിഹാരം ഞങ്ങൾ അങ്ങനെ പോയാലും മറുപടി പറയേണ്ടത് അധികാരികളാണ്. അത് ഞങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം ഈ നാട്ടിൽ ഉണ്ടാകണം. ഈ മാലിന്യ വിഷയത്തിൽ ശക്തമായ രീതിയിൽ ശാശ്വത പരിഹാരം ഉണ്ടായേ പറ്റൂ. ഈ മഴ പെയ്തായുള്ള സാഹചര്യം എന്താണ്? മഴ പെയ്താൽ പോലും മുമ്പത്തേക്കാട്ട് കുറച്ചൊക്കെ ആശ്വാസം ഇപ്പം നിലവിലുണ്ട്. റോഡുകളിൽ വെള്ളം കെട്ടുക മാത്രമല്ല, പ്രധാനപ്പെട്ടൊരു വിഷയം പറയാനുള്ളത് തെക്കൻ കേരള ഏറ്റവും പ്രധാനപ്പെട്ടൊരു ദേവാലയമാണ് ഭീമാപ്പള്ളി ദർഗാ ഷരീഫ്. തീർത്ഥാടന കേന്ദ്രമാണ്, ടൂറിസ്റ്റ് കേന്ദ്രമാണ്. റോഡുകളെല്ലാം വളരെ മോശമായ ഒരവസ്ഥയാണ്. പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു വിഷയമാണ്. ഇതെല്ലാം പരിഹരിക്കാം എന്ന് പറയുന്നതല്ലാതെ പേപ്പർ വർക്കുകൾ നടക്കുന്നതല്ല, ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല. എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ കണ്ണിൽ പൊടിയുന്നത് പോലെ വലിയ ചെറുതായിട്ട് എന്തെങ്കിലും ഇങ്ങനെ കാണിക്കുക പോകുന്നതല്ലാതെ ഒന്നിനും പരിഹാരമാകുന്നു. ഭീമാപ്പള്ളി പ്രദേശത്തിന് എല്ലാ തലത്തിലും ഒരു മാറ്റി നിർത്തപ്പെടലാണ് നമ്മൾ കാണുന്നത്. ഭീമാപ്പള്ളി പ്രദേശവും ഇന്ത്യയിൽപ്പെട്ടൊരു പ്രദേശമാണ്, കേരള സംസ്ഥാനത്തിൽപ്പെട്ടൊരു പ്രദേശമാണ്. ഇവിടുത്തെ ജനങ്ങൾ മനുഷ്യരാണ്. ആ ഒരു പരിഗണന ഈ പ്രദേശത്ത് കിട്ടുന്നില്ല. എല്ലാ തലത്തിലും എല്ലാ വിഷയങ്ങളിലും
വിദ്യാഭ്യാസ മേഖലയായാലും മറ്റ് ഏത് മേഖലയായാലും വളരെ മോശമായൊരു ചിത്രീകരണമാണ് ഈ പ്രദേശത്ത് കിട്ടുന്നത്. അത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ വിദ്യാഭ്യാസമുള്ള യുവതലമുറ ഈ നാട്ടിലുണ്ട്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ജീവിക്കുന്നൊരു പ്രദേശമാണ്. എല്ലാ തലത്തിലും എല്ലാം ഉണ്ടായിട്ടും അധികാരികളുടെ ഭാഗത്തു നിന്നും വളരെ മോശമായ ഒരു തള്ളപ്പെടൽ, മാറ്റി നിർത്തപ്പെടലാണ് ഈ പ്രദേശത്ത് കണ്ടുവരുന്നത്. അതിനൊരു പരിഹാരം എല്ലാ തലത്തിലും ഉണ്ടാകണമെന്ന് ഞങ്ങൾ പല ചാനലിനോടും പല അധികാരികളോടും എല്ലാ വിഷയങ്ങളും പറഞ്ഞിട്ട് പോലും ഒരു ശാശ്വത പരിഹാരം ഒന്നിനും ഉണ്ടാകുന്നില്ല. പറയുന്നു, വരുന്നു, കാണുന്നു, പോകുന്നു എന്നല്ലാതെ ഒരു പരിഹാരം ഒന്നിനും ഉണ്ടാകുന്നില്ല. ഞങ്ങൾക്ക് ഇതിനെല്ലാത്തിനും ഒരു പരിഹാരമാണ് ഞങ്ങൾക്ക് വേണ്ടത്, ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, ഞങ്ങൾ ആഗ്രഹവും അത് തന്നെയാണ്. അതുകൂടാതെ നമ്മൾ ഭീമാപ്പള്ളിയിലൂടെ നടത്തിയ യാത്രയിലൂടെ കണ്ട ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു തിരുവനന്തപുരം നഗരസഭയ്ക്ക് കീഴിലുള്ള പൂന്തുറ സർക്കിളിൽ വരുന്ന ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ഓഫീസിന് ചുറ്റും ഉണ്ടായിരുന്ന ഒരു മാലിന്യ കൂമ്പാരം എന്ന് പറയുന്നത്. ആ ഒരു ദൃശ്യം നമുക്ക് കാണാം. വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സർക്കാർ കാര്യാലയം, ഒരു സർക്കാർ ഓഫീസ് ഇങ്ങനെ ആകുമോ എന്നുള്ള ഒരു അത്ഭുതം കൂടി നമ്മളിൽ ചെലുത്തുന്നതാണ്. എന്തായാലും ഒരു വശത്ത് സ്കൂൾ കലോത്സവം പൊടിപിടിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് മറ്റൊരു വശത്ത് തിരുവനന്തപുരത്ത് തന്നെ ഇത്തരത്തിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട നിലയിലുള്ളത്. അതുകൂടാതെ ഭീമാപ്പള്ളിക്കാർ ചോദിക്കുകയാണ്, അവർ കേരളക്കരയിൽ ജനിച്ചതല്ലേ എന്നുള്ള ചോദ്യവും. ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.